നമസ്കാരം, ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹോം ഓട്ടോമേഷനെ കുറിച്ച്, വീഡിയോ ചെയ്യുന്നതിനെക്കുറിച്ച്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വോട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ ഈ സമയത്ത് ഒരു നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്നത് കോട്ടയത്തുള്ള ന്യൂ ടെക് മീഡിയ സൊല്യൂഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലാണ്. അതായത് ഹോം ഓട്ടോമേഷൻ എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോഴാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു പോർഷൻ മാത്രമേ നമുക്കതിനെക്കുറിച്ച് അറിയാവുള്ളൂ. പക്ഷേ അതിന് ഒരുപാട് തലങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഇതുപോലുള്ള വീഡിയോസ് വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇൻറ്റീരിയർ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ലൈക്കുകൾ വളരെ കുറവാണ്, അപ്പോൾ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ, ഉപകാരപ്രദമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ കൂടി ചെയ്യുക. ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ ആൾ. അവിനീഷ് ബ്രോ, നമസ്കാരം. നമ്മുടെ ന്യൂ ടെക് മീഡിയ സൊല്യൂഷൻ എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ളൊരു പ്രസ്ഥാനമാണ്. ഒരു 10 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. ഓക്കെ, വലിയ പാഷനായിട്ട് തന്നെ ഈ ഫീൽഡിലേക്ക് പോകുന്നു. അപ്പോൾ സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഓട്ടോമേഷൻ? ഓട്ടോമേഷൻ നമുക്ക് 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഞങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി സിസ്റ്റംസ്, എൻട്രൻസ് ഓട്ടോമേഷൻ, ഓഡിയോ വിഷ്വൽ. സെക്യൂരിറ്റി സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് CCTV ക്യാമറ, ഇൻട്രൂഡ് അലാം സിസ്റ്റം, വീഡിയോ ഡോർ ഫോൺ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സെക്യൂരിറ്റി സിസ്റ്റത്തിനകത്ത്. പിന്നെ അടുത്ത വരുന്നത് എൻട്രൻസ് ഓട്ടോമേഷൻ. എൻട്രൻസ് ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ ഗേറ്റുകളാണ് പലതരത്തിലുള്ളത്. അതിനകത്ത് നമുക്കിപ്പം 12 അടി വീതിയും 5 അടി പൊക്കമാണ് സാധാരണ ഒരു എൻട്രൻസിന് വരാനുള്ള സാധ്യതയുള്ളത്. അത് നമുക്ക് 4 സെൻറ്റ് സ്ഥലം, 5 സെൻറ്റ് സ്ഥലമാണെങ്കിൽ കൺജസ്റ്റഡ് ആയിരിക്കും. അവിടെ നമുക്ക് ഒരു ഗേറ്റ് തന്നെ പലതരത്തിലുണ്ട്. സ്ലൈഡിംഗ് ഗേറ്റ് ഉണ്ട്, സ്വിംഗ് ഗേറ്റ് ഉണ്ട്, ടെലസ്കോപ്പിക് ഗേറ്റ് ഉണ്ട്, ബൈഫോൾഡിംഗ് ഗേറ്റ് ഉണ്ട്, പലതരത്തിലുള്ള ഗേറ്റുകളുണ്ട്. ആ തരത്തിലുള്ള ഗേറ്റുകൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യുകയും ഓട്ടോമേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പം റിമോട്ട് കൺട്രോൾ വഴി കാറായിരുന്നു തുറക്കുകയും വീടിനകത്തുള്ള പുഷ്പട്ടം വെച്ച് വർക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ് ഓട്ടോമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 2ാമത്തെ സെക്ഷൻ തീർന്നു. സെക്യൂരിറ്റി സിസ്റ്റം പറഞ്ഞു, ഓട്ടോമേഷൻ പറഞ്ഞു, എൻട്രൻസ് ഓട്ടോമേഷൻ പറഞ്ഞു. 3ാമത് വരുന്ന കാര്യം ഓഡിയോ വിഷ്വലാണ് വരുന്നത്. അതിനകത്ത് വരുന്നത് ഇപ്പോഴും ഇറങ്ങുന്ന പുതിയ സിനിമകളെല്ലാം OTT റിലീസാണ് സിനിമകൾ ഇറങ്ങുന്നത്. ആ സാഹചര്യത്തിൽ നമുക്ക് വീട്ടിൽ ഇരുന്ന് സിനിമ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലായിട്ടുള്ള കസ്റ്റമൈസ്ഡ് ഹോം തിയേറ്റർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു 2.5-3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഓഡിയോ സിസ്റ്റം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമുക്ക് വീടിൻ്റെ മുകളിലോ ഡെഡിക്കേറ്റഡ് റൂമിലോ ലിവിങ് റൂമിലോ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. എങ്കിലും നമുക്ക് ഇത് നല്ലൊരു ആസ്വാദനം കിട്ടണം എന്നുണ്ടെങ്കിൽ അത് റൂമിനകത്ത് എക്ക ഉണ്ടാകാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ സൗണ്ട് പുറത്തേക്ക് പോകാൻ പാടില്ല. അങ്ങനെയുള്ള കുറച്ച് ഘടകങ്ങളുണ്ട്. ആ തരത്തിലുള്ള സൗണ്ട് ട്രീറ്റ്മെൻറ്റും നമ്മളെ കമ്പനി ചെയ്യുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു എക്കോസ്റ്റിക് ബിഹേവിയർ അതുണ്ടാക്കിയിട്ട്, 1 പുറത്തേക്ക് സൗണ്ട് പോകാൻ പാടില്ല, 2 ആ റൂമിനകത്ത് എക്ക ഉണ്ടാകാൻ പാടില്ല. ഇതെല്ലാം ഓരോ റൂമിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ കാര്യങ്ങളിരിക്കുന്നത്. സെക്യൂരിറ്റി സിസ്റ്റം എന്ന് പറയുമ്പം നമുക്കത് ക്യാമറയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം, അതായിരിക്കും നല്ലത്. 2 തരത്തിലുള്ള ക്യാമറയാണ് ഉള്ളത്. ഒന്ന് ഡോം ടൈപ്പ് ക്യാമറയും ബുള്ളറ്റ് ടൈപ്പ് ക്യാമറയും. ഡോം ടൈപ്പ് ക്യാമറ എന്ന് പറഞ്ഞാൽ വീടിന് അകത്ത് ഉപയോഗിക്കുന്ന പൊടി കയറാൻ പോലത്തെ സ്ഥലങ്ങളിലാണ് ഡോം ടൈപ്പ് ക്യാമറകൾ ഉപയോഗിക്കുന്നത്. ബുള്ളറ്റ് ടൈപ്പ് ക്യാമറ എന്ന് പറഞ്ഞാൽ പുറത്താണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് പൊടി കയറിയാലും കുഴപ്പമില്ലാത്ത തരത്തിലുള്ള ക്യാമറകളാണ്. ഇത് ബുള്ളറ്റാണ്. ഇത് പൊടി കയറിയാലും കുഴപ്പമില്ലെന്നുള്ളതല്ല, പൊടി കയറില്ല, അതാണ് എൻ്റെ കറക്റ്റ് കാര്യം. ഇതാണ് നമ്മുടെ ബുള്ളറ്റ് ടൈപ്പ് എന്ന് പറയുന്ന ക്യാമറ. അതായത് ഇതെനിക്ക് തോന്നുന്നത് ഇതിൻ്റെ മെറ്റൽ ബോഡിയാണ്. ഇത് മെറ്റൽ ബോഡിയുണ്ട്, പ്ലാസ്റ്റിക് ബോഡിയുണ്ട്. ഇതിപ്പം ഈ ഇരിക്കുന്നത് മെറ്റൽ ബോഡിയാണെന്ന്, പ്ലാസ്റ്റിക് ബോഡിയാണെന്ന് മാത്രം. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അതെ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള. ഇതിനെങ്ങനെ ഇതിന്റെ സ്പെസിഫിക്കേഷൻ, അതായത് ഒരു വീട്ടിൽ വെക്കുമ്പോഴത്തേക്ക് ഇത്ര ദൂരം കവർ ചെയ്യണേ, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? അതിന് പറഞ്ഞ നൈറ്റ് വിഷൻ്റെ റേഞ്ച് അനുസരിച്ചാണ് പറയുന്നത്. ഇതിപ്പോൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഞാൻ പറയാം. ഇതെന്ന് പറഞ്ഞാൽ 2 മെഗാപിക്സൽ 20 മീറ്റർ IR ഉള്ള നൈറ്റ് വിഷൻ ക്യാമറയാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് നൈറ്റ് വിഷൻ്റെ പവർ 20 മീറ്റർ ഉണ്ട്, 30 മീറ്റർ ഉണ്ട്, 60 മീറ്റർ ഉണ്ട്. അങ്ങനെ നമ്മുടെ ആവശ്യാനുസരണം മാറ്റം വരുത്തിക്കൊണ്ടിരിക്കാം. അതുപോലെ തന്നെ ക്യാമറ എടുക്കുകയാണെങ്കിൽ 2 മെഗാപിക്സലുണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. അങ്ങനെയുള്ള മെഗാപിക്സൽ വളരെ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ക്യാമറ തന്നെ പല കാറ്റഗറി ഉണ്ട്. ബുള്ളറ്റ് ടൈപ്പ് ഉണ്ട്, ഡോം ടൈപ്പ് ഉണ്ട്,
അതുപോലെ തന്നെ വേരിഫോക്കൽ ക്യാമറ ഉണ്ട്, അതുപോലെ തന്നെ PT സെറ്റ് ക്യാമറ ഉണ്ട്, പാൻ ടിൽറ്റ് സൂം. അതായത് നമ്മൾ ഒരു ബോൾ പോലെ വന്നിരുന്നിട്ട് അതിൽ നമുക്ക് റിമോട്ട്ലി എവിടെ ഇരുന്ന് വേണമെങ്കിലും അത് സൂം ചെയ്യാനോ പാൻ ചെയ്യാനോ ടിൽറ്റ് ചെയ്യാനോ പറ്റുന്ന ക്യാമറ ഉണ്ട്. അതുപോലെ ക്യാമറയുടെ പ്രത്യേകത അറിയാമായിരിക്കുമല്ലോ, ഈ റിമോട്ട്ലി എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇപ്പം നമ്മളൊരു വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്താൽ ആ കസ്റ്റമർ അമേരിക്കയിലാണെങ്കിൽ അമേരിക്കയിൽ ഇരുന്ന് നമുക്ക് വീക്ഷിക്കാൻ പറ്റും. ഈ ക്യാമറ ഇൻ്റർനെറ്റ് ഉണ്ടായിരിക്കണം നിർബന്ധമാണ്. 2 തരത്തിലുള്ള ക്യാമറ ഉണ്ട്, HD ഉണ്ട്, IP ഉണ്ട്. അതിൽ ഇത് HD ക്യാമറയാണ്. ഇപ്പോൾ HD ക്യാമറ ആണെങ്കിൽ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ DVR എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടായിരിക്കും ഇതിൻ്റെ കൂടെ. അതിലേക്കാണ് ഈ പറഞ്ഞ ക്യാമറകൾ കൊണ്ട് കണക്ട് ചെയ്യുന്നത്. DVR 4 ക്യാമറ കണക്ട് ചെയ്യുന്നുണ്ട്, 8 ഉണ്ട്, 16 ഉണ്ട്. ഇതാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് അതുപോലെ തന്നെ ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തൊരു മെമ്മറി ഉണ്ടായിരിക്കും, ഹാർഡ് ഡിസ്ക്. അത് 2 TB 4 TB 6 TB 8 TB. അത് കസ്റ്റമറുടെ താല്പര്യം പോലെയാണ് എത്ര ദിവസത്തെ ബാക്കപ്പ് വേണമെന്ന് തീരുമാനിക്കുന്നത്. ഏകദേശം ഒരു 10 to 15 days ബാക്കപ്പ് നമുക്ക് കിട്ടും. അതുപോലെ ഇതിൻ്റെ റെക്കോർഡിങ് വർക്ക് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഓവർ റൈറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 15 ദിവസത്തെ ബാക്കപ്പ് ഉള്ളൊരു സിസ്റ്റം ആണെങ്കിൽ അത് ഒന്നാമത്തെ കയറുമ്പം 16ാമത്തെ കയറുമ്പം ഒന്നാമത്തെ ഡിലേറ്റ് ആയി പോകും. അതുപോലെ 17ാമത്തെ കയറുമ്പം രണ്ടാമത്തെ ഡിലേറ്റ് ആയി പോകും. ആ രീതിയിൽ ഓവർ റൈറ്റ് ആയിരിക്കും ഇതിൻ്റെ പ്രോസസ്സ് വരുന്നത്. സെക്യൂരിറ്റി സിസ്റ്റത്തിന് CCTV ക്യാമറ. നമ്മുടെ IP ക്യാമറയിലോട്ട് വരുമ്പോഴേക്കും IP ക്യാമറ എന്ന് പറയുമ്പം അത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്നാണ് IP ക്യാമറയ്ക്ക് പറയുന്ന ഫുൾ ഫോം. അതൊരു വേറൊരു ടെക്നോളജിയാണ്. തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കേബിളും കാര്യങ്ങളും വ്യത്യാസമുണ്ട്. IP ക്യാമറ CAT6 വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, മറ്റത് RJ6 വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതാണ് വ്യത്യാസം. പിന്നെ ക്ലാരിറ്റി വൈസ് HD ക്യാമറക്കാളും 10 മടങ്ങായിരിക്കും. പിന്നെ അതാണ് അതിൻ്റെ വ്യത്യാസം, ഭയങ്കര വ്യത്യാസം തന്നെയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ കറക്റ്റായിട്ട് ഇപ്പം വെട്ടത്തിൻ്റെ CCTV ക്യാമറയുടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം വെച്ചാൽ ഒരു വെട്ടത്തിന് അഗൈൻസ്റ്റായിട്ട് ഒരു ക്യാമറ വർക്ക് ചെയ്യുമ്പോൾ ആ കാണുന്ന ഒബ്ജക്റ്റ് ബ്ലേഡായിട്ട് പോകും, അല്ലെങ്കിൽ കാണാൻ നമുക്ക് ക്ലിയർ അല്ലായിരിക്കും, ഇരുട്ടായിട്ട് ഫീൽ ചെയ്യും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് WDR എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉണ്ട്. അത് വൈഡ് ഡൈനാമിക് റേഞ്ച് എന്നാണ് പറയുന്നത്. അത് പ്രോപ്പറായിട്ടുള്ള വർക്ക് ചെയ്യുന്ന രീതി IP ക്യാമറകളിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും ക്ലാരിറ്റിയും നല്ല റിസൾട്ടും കിട്ടുന്നത് IP ക്യാമറകൾ തന്നെ ആയിരിക്കും. എന്നും പറഞ്ഞ് HD ക്യാമറ മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ IP ക്യാമറ വെക്കുമ്പോഴത്തേക്കും DVR അങ്ങനെ തന്നെയാണോ അതിൻ്റെ പ്രോസസ്സിങ് പോണേ? IP ക്യാമറ വെക്കുമ്പോൾ നമുക്ക് DVRൻ്റെ സ്ഥാനത്ത് NVR ആയിരിക്കും വരുന്നത്, നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡർ ആയിരിക്കും വരുന്നത്. ആ വ്യത്യാസം ഉണ്ടായിരിക്കും. ബാക്കി എക്സ്ട്രാ വാങ്ങിക്കേണ്ട സാധനമാണ്. അത് നമുക്ക് 4 ക്യാമറ കണക്ട് ചെയ്യുന്നുണ്ട്, 8 ഉണ്ട്, 16 ഉണ്ട്. അത് കമ്പനിക്കാർ ഇറക്കി വിടുന്ന സ്റ്റാൻഡേർഡാണ്. എൻ്റെ ഒരു അഡ്വൈസും ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞില്ലേ, ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എപ്പോഴും നമ്മൾ ഈ തരത്തിലുള്ള സെക്യൂരിറ്റി സിസ്റ്റം എക്യുപ്മെൻറ്റ് ഏതൊരു സാധനം മേടിക്കുന്നത് അത് ബ്രാൻഡഡ് സാധനമായിരിക്കണം എന്നുള്ളതൊരു സജഷനാണ്. കാരണം ഉപയോഗിക്കുന്ന കേബിൾ ബ്രാൻഡഡ് ആയിരിക്കണം, ക്യാമറകൾ ബ്രാൻഡഡ് ആയിരിക്കണം, ഏതൊരു എക്യുപ്മെൻറ്റും ബ്രാൻഡഡ് ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇപ്പോൾ IP ക്യാമറയുടെയും മറ്റതിൻ്റെ അതിൻ്റെ ഒരു റേറ്റ് കൂടെ ഒന്ന് പറയാൻ പറ്റും? തീർച്ചയായിട്ടും. ഇതിപ്പോൾ നമ്മൾ HD ക്യാമറയാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ക്യാമറയ്ക്ക് ഒരു 2 മെഗാപിക്സലാണ്. ഇതൊരു 2000 രൂപ തൊട്ട് 2200 രൂപയുടെ ഈ ക്യാമറയ്ക്ക് കോസ്റ്റ് ഉണ്ട്. ഇത് നമ്മൾ ഈ ക്യാമറ ഈ പൈസ ഈടാക്കുന്നത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് സർവീസ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള കാര്യമാണ് പറഞ്ഞു കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു 4 എണ്ണമൊക്കെ ചെയ്തു വരാനായിട്ട് നമുക്ക് 4 ചെയ്തു വരാൻ ഒരു 20 രൂപയ്ക്ക് മേളിലേക്കുള്ള കോസ്റ്റ് ഉണ്ട്. അതായത് നമുക്ക് 20 രൂപ തൊട്ട് സാധാരണ വീട്ടിലോട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ഓഫർ ചെയ്യാൻ പറ്റും. അതും ദൂരമൊക്കെ ആശ്രയിച്ചാണിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ IP ക്യാമറ വരുമ്പോൾ ഒരു 3500 രൂപയോളം ഒരു ക്യാമറയ്ക്ക് കോസ്റ്റ് വരും. അത് ചെയ്യുന്നതിന് ഒരു 27 രൂപ 28 രൂപ. പിന്നെ ഇതെല്ലാം കേബിൾ എക്സ്ട്രാ ആയിരിക്കും വരുന്നത്. അപ്പോൾ ക്യാമറയുടെ കഴിഞ്ഞു, ഇനിയിപ്പം വരുന്നത് അടുത്ത പ്രോഡക്റ്റ് വീഡിയോ ഡോർ ഫോൺ എന്ന് പറയുന്നത്. വീഡിയോ ഡോർ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഗേറ്റുകൾക്ക് പുറത്ത് നമ്മൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എക്യുപ്മെൻറ്റ് പുറത്തൊരു ക്യാമറ യൂണിറ്റ് ഉണ്ടായിരിക്കും. ആ ക്യാമറ യൂണിറ്റിൽ പ്രസ് ചെയ്താൽ നമുക്ക് അകത്തുള്ള ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് വീടിനകത്തോട്ട് കയറി വരാനുള്ള പെർമിഷൻ കൊടുക്കാൻ പറ്റും. പ്രത്യേകിച്ചും ഈ സ്ത്രീകളൊക്കെ തന്നെ താമസിച്ച് നിൽക്കുന്ന വീട്ടുകാർക്ക് ഇങ്ങനെയുള്ള എക്യുപ്മെൻറ്റ് വളരെ ഉപകാരപ്രദമായിരിക്കും. അതാണ് എൻ്റെ ഗുണം വീഡിയോ ഡോർ ഫോൺ എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പം അകത്ത് അടുക്കളയിൽ നിൽക്കുന്ന ഒരാൾക്ക് കറക്റ്റ് അല്ലേ, സിനിമയിൽ കണ്ടൊരു അനുഭവത്തിലാണ് ഞാനത് പറഞ്ഞത്. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, അടുക്കളയിൽ നിന്നുകൊണ്ട് ഗേറ്റിങ്ങിലുള്ള ആളെ ആരാണെന്നുള്ളത് ചോദിക്കുകയും ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഉപയോഗം കൂടെ വരുന്നുണ്ട്. അതിപ്പോൾ ഞാൻ അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ പറഞ്ഞു വരുന്നുണ്ട്. പിന്നെ അടുത്തത് വരുന്നത് ഇതിനകത്ത് നമ്മൾ ഈ ആക്സസ് കൺട്രോൾ ഡോറുകളാണ്. ഡോറുകൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം 10 നിലയുള്ള ഫ്ലാറ്റിലേക്ക് 10 വീട്ടിലുള്ള ആൾക്കാർ കയറി പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഡോറുകൾക്ക് ഒരു പെർമിഷൻ വേണം.
അതായത് നമ്മളൊരു ആക്സസ് കൺട്രോൾ കാർഡ് കാണിച്ചു കൊടുത്തിട്ട് ആ കാർഡ് ഉള്ളവർക്ക് മാത്രമേ അകത്തോട്ട് കയറി പോകാൻ പാടുള്ളൂ. RFID പോലെ കറക്റ്റ് RFID തന്നെ. RFID കാർഡ് കാണിച്ചിട്ട് കയറി പോകാൻ പാടുള്ളൂ. അത് അതിന് ആക്സസ് കൺട്രോൾ ഡോറുകൾ നമ്മൾ ചെയ്തു കൊടുക്കും. അത് ഈ സെക്യൂരിറ്റി സിസ്റ്റത്തിനകത്ത് വരുന്ന ഒരു കാറ്റഗറിയാണ്. അത് വരുന്നു. ഇൻട്രൂഡ് അലാം സിസ്റ്റം, അതായത് ഈ ക്യാമറ കൊണ്ടുള്ളൊരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ആളെ കാണാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ സമയത്ത് ഈ ഇൻട്രൂഡ് അലാം സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ വൈകിട്ട് കിടന്ന് ഉറങ്ങുന്ന സാഹചര്യത്തിൽ ഇത് ആം ചെയ്തിട്ട് കിടന്ന് ഉറങ്ങുവാണെങ്കിൽ നമുക്ക് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ആരെങ്കിലും അകത്തോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ തരും. ഇപ്പം ക്യാമറ ഒരിക്കലും നമുക്ക് ഇൻഫർമേഷൻ തരുന്നില്ല. അതായത് നമ്മുടെ വണ്ടികളിലൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് പോലെ അഡ്വാൻസ് വേർഷൻ വീടുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി. അപ്പോൾ ഇത്ര നേരം നമ്മൾ കണ്ടത് സെക്യൂരിറ്റി വിഭാഗത്തിൽപ്പെട്ട എൻട്രൻസ് ഓട്ടോമേഷൻ ആണ്. എൻട്രൻസ് ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഗേറ്റുകൾ പലതരത്തിലുള്ളതുണ്ട്. അതായത് സാധാരണ ഒരു 4 സെൻറ്റ് സ്ഥലം 5 സെൻറ്റ് സ്ഥലത്തിൽ വീട് വെക്കുമ്പം ഗേറ്റ് വളരെ കൺജസ്റ്റഡ് ആയിരിക്കും. കോമൺ ആയിട്ട് ആൾക്കാർ കണ്ടുവരുന്ന ഗേറ്റുകൾ 2 ഉണ്ട്. ഒരെണ്ണം സ്ലൈഡിംഗ് ടൈപ്പ് ഗേറ്റും സ്വിംഗ് ടൈപ്പ് ഗേറ്റും. അപ്പോൾ അതിന് പകരം നമുക്ക് ഇട കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഗേറ്റുകൾ നമുക്ക് അവിടെ ഉപയോഗിക്കാം. ബൈഫോൾഡിംഗ് ഗേറ്റുകൾ, മടങ്ങി വരുന്ന ഗേറ്റുകൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ടെലസ്കോപ്പിക് ഗേറ്റുകൾ ഉപയോഗിക്കാം. അങ്ങനെയുള്ള പലതരത്തിലുള്ള ഗേറ്റ് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതൊന്നും മാർക്കറ്റിലൊന്നും അവൈലബിൾ അല്ല, എടുക്കുകയാണ്. അത് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നു. ഓട്ടോമേറ്റും ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ വീടിനകത്തുനിന്ന് പുഷ് ബട്ടൺ വെച്ച് വർക്ക് ചെയ്യിക്കുകയും ചെയ്യാം. അതുപോലെ കാറെ വരുമ്പോൾ റിമോട്ട് കൺട്രോളെ ഞെക്കി വർക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ഗേറ്റുകളെല്ലാം ഓട്ടോമേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന രീതി. ഇത് എന്താണ് ഐറ്റം? ഇത് നമ്മൾ ഓട്ടോമാറ്റിക് ഷട്ടർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എൻട്രൻസ് ഓട്ടോമേഷൻ ഒരു ഭാഗമാണ് ഓട്ടോമാറ്റിക് ഷട്ടർ. അതിപ്പം ഓട്ടോമാറ്റിക് ഷട്ടർ ഉപയോഗിക്കുന്നത് വീടുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം വീടുകളുടെ കോർട്ട്യാർഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഷട്ടർ, അല്ലെ പുഴയുടെ തീരം, കാഴ്ചയെ മനോഹരമായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഗ്ലാസ് ഇടാറുണ്ട്. അപ്പോൾ ഗ്ലാസ് ഒരിക്കലും സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളല്ല, അത് ടഫ് ആൻഡ് ഗ്ലാസ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ തരത്തിലുള്ള ഷട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത പറയാമെന്നുണ്ടെങ്കിൽ GI പെർഫറേറ്റഡ് പൗഡർ കോട്ടർ ആയിട്ടുള്ള മെത്തേഡിലാണ് ഷട്ടർ ഉള്ളത്. GI ആണ് സാധനം. അതിന് മേലെ പൗഡർ കോട്ടിംഗ് വന്നിരിക്കുന്നു. ഈ സുഷിരങ്ങൾ ഓൺലൈനാണ് പ്രിഫറേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റസ്റ്റിംഗ് സംഭവിക്കത്തില്ല. പൗഡർ കോട്ട് ചെയ്യുന്ന ടെസ്റ്റിംഗ് സംഭവിക്കത്തില്ല. എനിക്ക് ഉള്ള ഒരു സംശയം, നമ്മൾ കേട്ടിട്ടുള്ളൊരു സംഗതിയാണ് നമ്മൾ ഗേറ്റുകളിൽ സെൻസർ ഗേറ്റുകൾ ഉണ്ടെന്നുള്ളത്. അത് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിപ്പം അതിനകത്ത് ഇപ്പം ഒരു വീട്ടിൽ 5 വണ്ടി ഉണ്ടെങ്കിൽ അതിലൊരു സെൻസർ പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി വരുമ്പോൾ നമുക്ക് തുറക്കാൻ പറ്റും. വണ്ടിയിലാണ് നമ്മൾ സെൻസർ RFID ഒരു സ്റ്റിക്കർ ഒട്ടിക്കുക. അതല്ല, അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് തനിയെ തുറന്നു വരും. അതെ, എനിക്ക് തോന്നുന്നത് അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഗതിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ഇപ്പോൾ ഗേറ്റ് നമ്മൾ പിടിപ്പിക്കുമ്പം സേഫ്റ്റി ഫോട്ടോസെല്ലുണ്ട്. സേഫ്റ്റി ഫോട്ടോസെല്ലിൻ്റെ ഗുണം എന്ന് ചോദിച്ചാൽ 2 പില്ലറിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇത് പിടിപ്പിക്കുവാണെങ്കിൽ ഒരു ഗേറ്റ് അടയുന്ന സമയത്ത് ഒരു കൊച്ചു ഓടി വരുവോ അല്ലെങ്കിൽ ഒരു വണ്ടി ഇറങ്ങി വരുവോ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ഗേറ്റ് റിട്ടേൺ പോകും. ഇതെല്ലാം ടെക്നോളജി ഉണ്ട്. ഇതിൻ്റെ ഇൻസ്റ്റോളേഷൻ മെത്തേഡ് നന്നായിരിക്കണം. ഇതിനെ ഉപയോഗിക്കേണ്ട വയറുകൾ നല്ലതായിരിക്കണം. ഇതിൻ്റെ ടെക്നോളജി വൈസുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം ഇൻസ്റ്റോൾ ചെയ്യാൻ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനി ഇത് രണ്ടും കഴിഞ്ഞു, ഇനി വരുന്ന ഹോം തിയേറ്റർ. അതെ, ഒരുപാട് ആൾക്കാർ ചോദിച്ച കുറച്ച് സംശയങ്ങൾ എനിക്കുണ്ട്. അതിന് മുന്നേ ഈ ഒരു സാധനം ഒന്ന് പരിചയപ്പെടുത്താമോ? പിന്നെ തീർച്ചയായിട്ടും. ഇതൊരു 4K പ്രൊജക്ടറാണ്. ഇത് W1700 എന്ന് പറഞ്ഞ എന്ന് പറയുന്ന ഒരു ബെൻക്യു എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 4K പ്രൊജക്ടറാണ് ഇത്. വീടിനകത്ത് ഉപയോഗിക്കുന്ന പ്രൊജക്ടറാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഏകദേശം എത്ര രൂപയൊക്കെ വരും? ഇതിപ്പോൾ ഒരു 2 ലക്ഷം രൂപയ്ക്ക് താഴെ കോസ്റ്റ് വരും. 2 ലക്ഷം രൂപയ്ക്ക് താഴെ കോസ്റ്റ് വരും. ഇത് 4K ആയതുകൊണ്ട് അത്ര വിലയുള്ളത്. ഒരു 1 ലക്ഷം രൂപയ്ക്ക് മേളിലേക്ക് പ്രൊജക്ടർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന പ്രൊജക്ടർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഹോം തിയേറ്ററിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് ചോദിച്ചൊരു ചോദ്യം, ഇത് നമുക്ക് എവിടെയൊക്കെ ചെയ്യാൻ പറ്റും? വീടിനുള്ളിൽ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഡൈനിങ് ഹാളിൽ അല്ലെങ്കിൽ ഡൈനിങ്ങില്ല ലിവിംഗ് ഹാളിലൊക്കെ ചെയ്യാമെന്ന് പറയുന്നത്. ഇതിനൊരു പൊസിഷനിങ് ഉണ്ടോ? ഇതിനൊരു പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു മിനിമം നമുക്കൊരു 12 അടി വിഡ്ത്തും ലെങ്ത് ഒരു 16 അടി ഉണ്ടെങ്കിൽ നമുക്ക് ഹോം തിയേറ്റർ ചെയ്യാൻ പറ്റും. അതിനകത്തൊരു 4 പേർക്ക് ഇരിക്കാനുള്ള സംവിധാനം നമുക്ക് ചെയ്യാൻ പറ്റും. കസ്റ്റമൈസ്ഡ് ഹോം തിയേറ്റർ സിസ്റ്റം നമ്മൾ അതിനെ പറയുന്നത്. ഇപ്പം ഇപ്പോൾ ലിവിംഗ് റൂമിൽ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് സ്റ്റെയർ കേസ് അല്ലെങ്കിൽ അപ്പർ ഏരിയയിൽ നമുക്ക് ചെയ്യാം. ഈ പറഞ്ഞ സൈസ് ഉണ്ടായിരിക്കണം എന്ന നിർബന്ധമാണ്. പിന്നെ നമ്മൾ കെട്ടിയടയ്ക്കാൻ വേണ്ടി സ്ട്രക്ചർ ഉണ്ടാക്കണം. ഇതിനേക്കാൾ ഉപരി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്കൊരു 3.5 ലക്ഷം രൂപ 4 ലക്ഷം രൂപ ബേസിക് ഹോം തിയേറ്റർ സിസ്റ്റം നമ്മൾ വരുമ്പം അതിനകത്തുള്ള ശരിയായ ശ്രവണ സുഖം ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു സൗണ്ട് അബ്സോർപ്ഷനും വേണം. സൗണ്ട് പുറത്തോട്ട് പോകാതിരിക്കാനും പാടില്ല. ഒരു അക്കോസ്റ്റിക് ബിഹേവിയർ ഉണ്ടായിരിക്കണം. എന്തൊക്കെ മാത്രം നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ.
ഈ തരത്തിലുള്ള ഏത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം, എൻ്റെ ഒരു കസ്റ്റമർ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിച്ചാണ്, ഇത് നമുക്ക് ടെറസിൽ ചെയ്യാൻ പറ്റുമോ? പറ്റും തീർച്ചയായിട്ടും. ഇപ്പം നമുക്കിങ്ങനെ പല എൻക്വയറികൾ പറയാറുണ്ട്. മേളിൽ ഷീറ്റ് ഇട്ട സ്ഥലമായിരിക്കും, ടെറസിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വെറുതെ കിടപ്പുണ്ടായിരിക്കും. ആ സാഹചര്യത്തിൽ നമുക്ക് അതിനകത്തൊരു ഈ പറഞ്ഞ രീതിയിൽ കസ്റ്റമറുടെ താല്പര്യത്തിനനുസരിച്ച് വെച്ചിട്ട് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ചെയ്യാൻ പറ്റും. അതിപ്പം നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഹോം തിയേറ്റർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കസ്റ്റമർ ബഡ്ജറ്റാണ്. ഇപ്പോൾ നമുക്കൊരു 3.5 ലക്ഷം രൂപയ്ക്കും ഹോം തിയേറ്റർ ചെയ്യാം, ഒരു 10 ലക്ഷം രൂപയ്ക്കും ഹോം തിയേറ്റർ ചെയ്യാം, 20 ലക്ഷം രൂപയ്ക്കും ഹോം തിയേറ്റർ ചെയ്യാം. അതൊരു വലിയ ഇമ്പോർട്ടൻ്റാണ്. അതായത് തിയേറ്ററാണ്, തിയേറ്ററിനെ ഒരു മിനിയേച്ചർ രൂപത്തിലേക്ക് വീട്ടിലെത്തിക്കുക. അതിന്റെ അനുസരിച്ചുള്ള റേറ്റ് നമ്മൾ അതിനകത്ത് കണക്കാക്കുക. ഇതിന്റെ സ്ക്രീനൊക്കെ എന്ത് വലിപ്പം വരും? ഒരു മിനിമം വരുമ്പോഴത്തേക്ക് മിനിമം ഒരു 100 ഇഞ്ച് സ്ക്രീനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 120 ഇഞ്ചുണ്ട്, 140 ഇഞ്ചുണ്ട്, അങ്ങനെയുള്ള. അപ്പം ഞാൻ ഈ പറഞ്ഞ 3 ലക്ഷം രൂപ എന്ന് പറഞ്ഞതിനകത്ത് ഓഡിയോ വീഡിയോ മാത്രമേ വരുള്ളൂ. ഇനി ഇതിൽ വരുന്ന ബാക്കിയുള്ള എക്യുപ്മെന്റ് വരുന്നത് ഓഡിയോ വീഡിയോ റിസീവർ ഉണ്ടായിരിക്കും, AVR ഉണ്ടായിരിക്കും, പ്രൊജക്ടർ ഉണ്ടായിരിക്കും, ഒരു സ്ക്രീൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇത് കാണാനുള്ള ഡിവൈസ് പ്ലെയർ ഉണ്ടായിരിക്കും, ബ്ലൂറേ പ്ലെയർ ഉണ്ടായിരിക്കും. ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് രീതി അനുസരിച്ച് ഇപ്പം ഇൻ്റർനെറ്റ് ത്രൂ നമുക്കിപ്പം ആപ്പിൾ വഴിയോ ആമസോൺ പ്രൈം സ്റ്റിക്ക് വഴിയോ അല്ലെ MIയുടെ TV ബോക്സ് വഴിയൊക്കെയാണ് ഇപ്പം OTT വഴി നമ്മളിപ്പോൾ സിനിമകൾ കാണുന്നത്. മുന്നോട്ട് ഇനി അങ്ങനെയൊക്കെയാണോ എന്ന് വിചാരിക്കുന്നു, അറിയില്ല ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച്. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ഈ തരത്തിലുള്ള ഒരു 1 ടൈം സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഏത് സിനിമകളും ഒരു വർഷത്തേക്ക് കാണാൻ പറ്റും, നിസ്സാര തുകയ്ക്ക് കാണാൻ പറ്റും. ഡോൾബി ആറ്റ്മോസ് ആയിരിക്കും വരുന്ന ഇപ്പോഴത്തെ ഒരു ടെക്നോളജിയും, പിന്നെ ഒറ 3Dയും ഡോൾബി ആറ്റ്മോസ് 4K പ്രൊജക്ഷൻ. അതെ, പുതിയ ടെക്നോളജികൾ ജസ്റ്റ് പറയുന്നുള്ളൂ. ഒരു 3.5 ലക്ഷം രൂപ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആണ് പ്രോഡക്റ്റുകൾ അല്ലേ? അതെ. പിന്നെ കസ്റ്റമറുടെ ഒരു താല്പര്യം അനുസരിച്ചാണ് അതിന്റെ റേറ്റ് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. വ്യത്യാസം. നമുക്കിതിന് ഒരു നമ്മളാദ്യം പറഞ്ഞതിന് പ്രകാരം വല്ല ഡിസ്കൗണ്ടോ അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും. നമുക്കിപ്പം ഈ ഹോം തിയേറ്ററിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞതുകൊണ്ട് നമുക്കൊരു 5% ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും. അതുപോലെ കേരളത്തിനകത്ത് എവിടെ വേണം നമുക്കിത് ചെയ്യാം, ബഡ്ജറ്റ് അനുസരിച്ച്. ഒരുപാട് പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിൽ കേരളത്തിലുടനീളമുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ അവനീഷ് പ്രോ പറഞ്ഞതുപോലെ ഒരു പ്രൊഡക്റ്റ്, ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെയാണ് ഒരു പ്രസ്ഥാനം നമ്മൾ പിക്ക് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സർവീസാണ്. സർവീസിനെ കുറിച്ച് ആദ്യം ഒന്ന് പറഞ്ഞിട്ട് അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കേട്ടോ. ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും വർക്ക് ചെയ്യാനായിട്ട് അവർ തയ്യാറാണ്. ബാക്കി എന്തൊക്കെ സർവീസുകൾ നമ്മൾ കൊടുക്കുക? നമ്മൾ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ആദ്യം തന്നെ ഞാൻ എടുത്തു പറയട്ടെ, നമുക്കതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റാണ് അത് കൊടുക്കുക എന്നുള്ളത്. അത് നമുക്ക് കടയിൽ എനിക്കൊരു മാനേജറുണ്ട്, അദ്ദേഹമായിട്ടായിരിക്കും സംസാരിക്കുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം ഡീലുകളെല്ലാം വരുന്നത്. കൊട്ടേഷൻ അടിക്കുക, പ്രിപ്പയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ നമുക്ക് 3 ടെക്നീഷ്യന്മാരുണ്ട്, അവരായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരികയും ഇൻസ്റ്റാൾ ചെയ്യുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ നമ്മൾ വർക്ക് ചെയ്യും. അതിന്റെ എക്സ്പെൻസിൽ അതിനനുസരിച്ച് മാറ്റം തീർച്ചയായിട്ടും. ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു പ്രസ്ഥാനം സാധാരണ ഇതിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നത്. ഇതിന് മെയിനായിട്ട് 2 കാര്യങ്ങളുണ്ട്. സർവീസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ്. ഒരുപാട് പ്രസ്ഥാനങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം നമുക്ക് തന്ന അവനീഷ് ബ്രോയ്ക്ക് വളരെയധികം നന്ദി, സ്നേഹവും ഞാൻ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ന്യൂ ടെക് മീഡിയ സൊല്യൂഷൻ എന്ന കോട്ടയത്തുള്ള പ്രസ്ഥാനത്തിലാണ് നമ്മളിന്ന് വീഡിയോ എടുത്തത്. ഹോം ഓട്ടോമേഷനെക്കുറിച്ച്, ഹോം ഓട്ടോമേഷൻ്റെ തലങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് അവനീഷ് പ്രോ പറഞ്ഞു തന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അവരുടെ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ നമ്മുടെ അവനീഷ് ബ്രോയ്ക്ക് ഒരു ചാനലുണ്ട്, ഇതിനായിട്ട് മാത്രമുള്ള ഹോം ഓട്ടോമേഷനായിട്ട് മാത്രം ഒരു ചാനലുണ്ട് ഈ ഒരു പേരിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ കയറി കാണുക, അതിൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ അദ്ദേഹത്തെ നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ്, ഇനിയും ഇതുപോലുള്ള മികച്ച വീഡിയോസ് വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇൻറ്റീരിയർ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. അതുപോലെ ലൈക്കുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ മികച്ചൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇൻറ്റീരിയർ.